പറയാൻ വാക്കുകളില്ലാത്ത സൗന്ദര്യത്തിന്റെ ഒഴുക്കാണ്. രവി കുമാരൻ നായർ, വിജു ടി കൃഷ്ണൻ, ഡോക്ടർ സുരേഷ് പട്ടേൽ എന്നിവരെ മലയാളി അല്ലാത്ത ഒരാൾ ഇതിനകത്ത് വാക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട്. आपका एक्सपीरियंस थोड़ा शेयर कीजिए, कैसे तिरुवादिरा का गुजराती में गरबा तो किया था मैंने, बहुत गरबा किया है, लेकिन अभी केरल में भी गरबा कर लिया है। केरल का गरबा का एक्सपीरियंस भी और ही है। 2 महीने से ऑलमोस्ट हम लोगों ने प्रैक्टिस किया है, दिन भर काम करते थे और रात को आके प्रैक्टिस किया है, पर इट्स अ नाइस एक्सपीरियंस फॉर मी। प्रैक्टिस कराते घर में, वो भी प्रैक्टिस कराती थी मुझे। സന്തോഷ് മേനോൻ ചേട്ടന് 2 വാക്ക് പറയാനുണ്ടെന്നാ പറയുന്നത്. എന്താണ് ഞങ്ങളിപ്പോ തിരുവാതിര കളിച്ചു, സംഭവം ശരിയാണ്. പക്ഷെ 3 ടീച്ചർമാര് ഇതിൽ തോറ്റു പിന്മാറി. അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് 4ാമതാണ് ഒരാൾ വന്നത്. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടാ, അങ്ങനെയല്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ 4 ടീച്ചർമാരായിരുന്നു. 4 പേരും നല്ലോണം മെഹനത്ത് ചെയ്താണ് ഞങ്ങളെ ഈ പരുവത്തിൽ എത്തിച്ചത്. ചെയ്യാലോ. അപ്പൊ 2-3 പേര് തയ്യാറായി. പറ്റില്ല എന്നുള്ളൊരു ഇതിലെ മൈൻഡ് സെറ്റിലാണ് വന്നത്. പിന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തി. ആദ്യത്തെ ദിവസം 2 സ്റ്റെപ്പ് പഠിപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ഇവർ വരവുണ്ടാവില്ല. നോക്കുമ്പോൾ സമയത്തിന് മുമ്പേ ഇവർ വന്ന് നിൽക്കണം. ഞങ്ങൾക്ക് പഠിക്കണം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാളുടെ വൈഫ് എന്നോട് പറഞ്ഞു, ക്രിക്കറ്റ് നന്നായി കളിക്കുന്ന അറിയാമായിരുന്നു, പക്ഷെ ഒരിക്കലും തിരുവാതിര കളിക്കുന്ന അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. വളരെ അവർ ഏറ്റവും പങ്ക്ച്വലായിട്ട് വന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിന് പറ്റിയൊരു സാറിനെയും കൂടി കിട്ടി. ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ കുറേ ഞങ്ങൾക്ക് അത്ര പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും വിനിത 2-3 പേര് ട്രൈ ചെയ്തു. ഇവരെ മനസ്സിലാക്കി അവരെ പഠിപ്പിച്ച സഞ്ജീവ് ജോയ്ക്ക് നല്ലൊരു കൈയടി വേണം. കാരണം ഈ കളിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, പെണ്ണുങ്ങൾ കളിക്കുന്നേക്കാളും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അവർ കളിച്ചത്. ഡോക്ടർ സുരേഷ്
നമ്മുടെ വനിതകളുടെ ഭാഗത്തു നിന്ന് അനിത ചേച്ചി രണ്ട് വെരി വാക്കുകൾ. പ്രൗഡ് ടുഡേ ടു സ്റ്റാൻഡ് ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞത് 1 മാസം കഴിഞ്ഞ് ഞാൻ പോകും ചേച്ചി എന്നൊക്കെ കൂട്ടണ്ട. പക്ഷെ 1 മാസം ആകുമ്പോഴത്തേക്കും ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കളിപ്പിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം. ചേച്ചിയും ടീമും. നമ്മുടെ ചരിത്രം തിരുത്തി കുറിച്ച പുരുഷ ടീമിന് പ്ലീസ്. സഞ്ജീവ് ജോയി അവിടെ നിൽക്കണം, പ്രത്യേക സമ്മാനമുണ്ട്. അതുപോലെ